ഹലോ. അപ്പോൾ നമുക്കിനി എൻഡോക്രൈനോളജിയിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്രീനൽ ഗ്ലാൻഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് തൈമസ്, പാരാതൈറോയിഡ്, തൈറോയിഡ്, പീനിയൽ, ഈ ഗ്ലാൻഡ്സും അതിൻ്റെ സെക്രീഷൻസും ആ സെക്രീഷൻസിൻ്റെ ഫംഗ്ഷനും ഒക്കെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്രീനൽ ഗ്ലാൻഡാണ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ മുകൾ ഭാഗത്താണിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ. അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഔട്ടർ പാർട്ട് എപ്പോഴും നമ്മൾ കോർട്ടെക്സ് എന്നാണ് പറയുക, ഇന്നർ പാർട്ട് മെഡുല്ല. അത് ഏത് സ്ട്രക്ചറിൻ്റെ എടുത്താലും സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഔട്ടർ പാർട്ട് ഇസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ഇന്നർ പാർട്ട് ഇസ് കോൾഡ് മെഡുല്ല. ഓക്കെ, ഇനി ഇതായി കാണുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. നമുക്ക് കാണാം കിഡ്നിയുടെ മുകളിലായിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ. കോർട്ടെക്സ് കാണാം, മെഡുല്ല, ആ റീജിയനൊക്കെ നമുക്ക് ഈ ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് കാണാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് 3 ലെയേഴ്സ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സിനെ കുറിച്ചാണ്. അഡ്രീനൽ കോർട്ടെക്സിന് 3 ലെയേഴ്സാണുള്ളത്. ഓക്കെ, സോണ റെറ്റിക്കുലാരിസ്, സോണ ഫാസിക്കുലേറ്റ ആൻഡ് സോണ ഗ്ലോമറുലോസ. ഇങ്ങനത്തെ 3 ലെയേഴ്സാണ് ഈ പറയുന്ന അഡ്രീനൽ കോർട്ടെക്സിന് ഉള്ളത്. അഡ്രീനൽ കോർട്ടെക്സിന് 3 ലെയേഴ്സാണ്. ഇന്നർ റെറ്റിക്കുലേറ്റ, മിഡിൽ ഫാസിക്കുലേറ്റ ആൻഡ് ഔട്ടർ ഗ്ലോമറുലോസ. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസസ് കോർട്ടിക്കോയിഡ് ഹോർമോൺസ്. ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മെയിൻലി കോർട്ടിസോൾ, അതുപോലെ മിനറാലോ കോർട്ടിക്കോയിഡ്സ്, മെയിൻലി ആൽഡോസ്റ്റിറോൺ, ആൻഡ് ഓൾസോ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഈ കോർട്ടിക്കോയിഡ്സിനെയാണ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ് ഹോർമോൺസിനെയാണ് അഡ്രീനൽ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് ഹോർമോൺസ്? ഫസ്റ്റ് വൺ ഇസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് സംവാട്ട് റിലേറ്റഡ് ടു ഗ്ലൂക്കോസ് മെറ്റബോളിസം ഓർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. It stimulates gluconeogenesis and lipolysis and proteolysis. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് പ്രോട്ടീനൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡിൻ്റെ ബ്രേക്ക് ഡൗൺ, ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. ദെൻ പ്രോട്ടിയോലൈസിസ്, പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ. ഇതിനൊക്കെ സഹായിക്കുന്ന ഹോർമോൺസാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. Then it also inhibit cellular uptake and utilization of amino acids. അമിനോ ആസിഡ് യൂട്ടിലൈസേഷനെയും കുറയ്ക്കുന്നു. അതുപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, കിഡ്നിയുടെ ഫങ്ഷൻ, അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഒരു റോളുണ്ട്. ദെൻ കോർട്ടിസോൾ സ്റ്റിമുലേറ്റ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് തന്നെ മെയിൻലി കോർട്ടിസോളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കോർട്ടിസോൾ സ്റ്റിമുലേറ്റ്സ് RBC പ്രൊഡക്ഷൻ, RBCയുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആൻഡ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നീര് വരിക എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻസെക്ട് ബൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് കമ്പോണൻസിൻ്റെ എൻകൗണ്ടറോ ഒക്കെ ഇൻഫ്ലമേഷൻ പോലെയുള്ള റിസൾട്ട്സ് ഉണ്ടാക്കും. അത് ഈ ഹിസ്റ്റമീൻ, സെറോട്ടോണിൻ തുടങ്ങിയ സബ്സ്റ്റൻസ് ബോഡിയിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം ഉണ്ടാവുന്നത്. അപ്പോൾ കോർട്ടിസോൾ ചെയ്യുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ കോർട്ടിസോൾ മരുന്നായിട്ട് ഉപയോഗിക്കും ഇൻഫ്ലമേഷനെതിരെ. ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് കൊണ്ടുവരുന്ന ആളാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യും. ഈ നീർവീക്കം എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് കൂടുതൽ ലിംഫ് ഒഴുകുകയാണ് ചെയ്യുക. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റ്സ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ലിംഫോസൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത, ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ്. അതുപോലെ തന്നെ കൂടുതൽ WBCകൾ വേറെ, മോണോസൈറ്റ്സ്, ഫാഗോസൈറ്റിക് സെൽസ്, ന്യൂട്രോഫിൽ, നാച്ചുറൽ കില്ലർ സെൽസ്, ഇങ്ങനെയുള്ള കുറേ ഫാഗോസൈറ്റിക് സെൽസ് ഉണ്ടാവും. അതൊക്കെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ, പ്രതിരോധ ശക്തിയെ എൻഹാൻസ് ചെയ്യുന്നതാണ്, വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ് കോർട്ടിസോളിൻ്റെ ഒരു ഫങ്ഷൻ. ഇറ്റ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇങ്ങനത്തെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യാം, അതാണ് കോർട്ടിസോൾ ചെയ്യുന്നത്. ഇനി
അടുത്ത ഹോർമോണാണ് മിനറാലോ കോർട്ടിക്കോയിഡ്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിൽ അഡ്രീനൽ കോർട്ടെക്സ് ആൻഡ് അഡ്രീനൽ മെഡുല്ല. കോർട്ടെക്സ് ഇസ് ദ ഔട്ടർ പാർട്ട്. കോർട്ടെക്സിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഇന്നർ റെറ്റിക്കുലേറ്റ, മിഡിൽ ഫാസിക്കുലേറ്റ ആൻഡ് ഔട്ടർ ഗ്ലോമറുലോസ. ദെൻ 3 ഹോർമോണാണ് മെയിനായിട്ടും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറാലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. Glucocorticoids include mainly cortisol. It is involved in mainly carbohydrate metabolism. It also enhances gluconeogenesis, lipolysis, proteolysis, etc. പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ സഹായിക്കുന്നുണ്ട്. അടുത്ത ഹോർമോണാണ് മിനറല കോർട്ടിക്കോയിഡ്സ്. ദേ റെഗുലേറ്റ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അതങ്ങനെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്ന് പറയുന്നതാണ് ഓസ്മോട്ടിക് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് മിനറാലോ കോർട്ടിക്കോയിഡ്സ്. മെയിൻലി ആൽഡോസ്റ്റിറോൺ. നമ്മൾ പഠിച്ചതാണ് ആൽഡോസ്റ്റിറോൺ. കിഡ്നിയിൽ സോൾട്ട് വാട്ടർ മെയിൻ്റനൻസ് പഠിച്ചതാണ്. റാസ് എന്നൊക്കെ പറഞ്ഞിട്ട് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം ദ റീനൽ ട്യൂബ്യൂൾസ്. സോഡിയത്തിനെയും വാട്ടറിനെയും റീഅബ്സോർപ്ഷൻ കൂട്ടുന്നു. അതുപോലെ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് K+ ആൻഡ് PO3 അയൺസ്. ഫോസ്ഫേറ്റ് അയൺസിനെയും പൊട്ടാസ്യം അയൺസിൻ്റെയൊക്കെ എക്സ്ക്രീഷനെ എൻഹാൻസ് ചെയ്യുന്നു. ഇതാണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്. കൂടാണ്ട് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ നെക്സ്റ്റ് ഹോർമോണാണ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹായിക്കുന്നത് ഫോർ ദ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ് ആൻഡ് ഫേഷ്യൽ ഹെയർസ് ഡ്യൂറിങ് പ്യൂബേർട്ടി. പ്യൂബേർട്ടിയുടെ സമയത്ത്, പ്യൂബേർട്ടി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ പ്രായം, അതാണ് പ്യൂബേർട്ടി. അപ്പോൾ നമ്മുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ, ഫീമെയിൽസിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ബൈ സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രുവേഷൻ, അങ്ങനെ മെനാർക്ക് എന്ന് പറയും. അല്ലെങ്കിൽ മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ആ ഒരു പെട്ടെന്നൊരു പ്രായത്തിൽ വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ വ്യത്യാസം വരും. ഹെയർ ഫോർമേഷൻ, ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടായി വരും, സൗണ്ടിന് വ്യത്യാസം, അതാണ് പ്യൂബേർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേഷ്യൽ ഹെയർസ്, അതുപോലെ ആക്സിയൽ എന്ന് പറഞ്ഞാൽ അണ്ടർആംസ്, അതുപോലെ പ്യൂബിക് ഹെയർസ്, നമ്മുടെ ലോവർ ലിംസിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ ജെനൈറ്റൽ ഓർഗൻസിൻ്റെ ഭാഗത്തുള്ള ഹെയർ ഫോർമേഷൻ, ഇതിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നതാണ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. അപ്പോൾ 3 മേജർ ഹോർമോൺസാണ് മിനറല കോർട്ടിക്കോയിഡ്സ്. അതിൽ ആൽഡോസ്റ്റിറോൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, അതിൽ മെയിനായിട്ടുള്ളത് കോർട്ടിസോൾ ആൻഡ് ദെൻ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. അടുത്തത് ഈ ഡെഫിഷ്യൻസി എന്താണ് വരുന്നത്? ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിക്കോയിഡ് ഹോർമോൺസ് അഫക്ട്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അതറിയാമല്ലോ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കോസസ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. Then it also cause acute weakness and fatigue. fatigue, ക്ഷീണമൊക്കെ ഉണ്ടാവും. And this condition is called Addison's disease. അപ്പോൾ ഈ കോർട്ടിക്കോയിഡ് ഹോർമോൺ കുറഞ്ഞ് ഉണ്ടാകുന്ന ഡിസീസിൻ്റെ പേരാണ് അഡിസൺസ് ഡിസീസ്. ഓക്കെ, അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിൻ്റെ 3 ഹോർമോൺസും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസുമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അടുത്തത് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് മെഡുല്ല എന്ന് പറയുന്ന റീജിയൻ. ഇറ്റ് പ്രൊഡ്യൂസസ് കാറ്റക്ലാമിൻ ഹോർമോൺസ് സച്ച് ആസ് അഡ്രിനാലിൻ. അഡ്രീനൽ മെഡുല്ല ഉണ്ടാക്കുന്ന ഹോർമോൺസാണ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ അഡ്രീനൽ മെഡുല്ല കാറ്റക്ലാമിൻ ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാറ്റക്ലാമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റക്കോളും ഒരു അമീൻ ഗ്രൂപ്പും. കാറ്റക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീനിൻ്റെ പിന്നെ സൈഡ് ചെയിൻസ് ഉള്ള, ഹൈഡ്രോക്സിൽ സൈഡ് ചെയിൻസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. കാറ്റക്കോളും അമീനും കൂടെ കൂടിയതാണ് കാറ്റക്ലാമിൻ എന്ന് പറയുന്നത്. കാറ്റക്ലാമിനിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഡോപ്പമീൻ പോലുള്ള സബ്സ്റ്റൻസാണ്. അപ്പോൾ ഇവരൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അതായത് ന്യൂറോ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ
ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും, അത് നെക്സ്റ്റ് ന്യൂറോണിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാറ്റക്ലാമിൻ ഹോർമോൺ മെയിനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാനാണ്. അതായത് ബോഡി സ്ട്രെസ്ഫുൾ കണ്ടീഷനിലിരിക്കുമ്പോഴാണ് ഈ കാറ്റക്ലാമിൻ സെക്രീഷൻ നടക്കുന്നത്. They are rapidly secreted in response to stress, emergency situations. So they are also called emergency hormones. അപ്പോൾ ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനെയൊക്കെ നമ്മൾ എമർജൻസി ഹോർമോൺ എന്നും വിളിക്കും. അത് ബോഡി ഒരു സ്ട്രെസ് കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ആ സ്ട്രെസ്സിനെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി, ആ സ്ട്രെസ് കണ്ടീഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനൊക്കെ. അപ്പോൾ അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്, അതുപോലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, പൈലോ ഇറക്ഷൻ, നമ്മുടെ ഹെയർസൊക്കെ ഇറക്റ്റ് ചെയ്തിരിക്കും, സ്വെറ്റിംഗ്, ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് കോൺട്രാക്ഷൻ, റെസ്പിറേറ്ററി റേറ്റ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് ഈ അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന കാറ്റക്ലാമിൻസ് എന്ന് പറയുന്നത്. ദർ ഓൾസോ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അതായത് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരുമ്പോൾ ചിലപ്പോൾ ബോഡിക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസ്റ്റിക് ഹോർമോൺസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റക്ലാമിൻസ് ചെയ്യുന്നത് ആ ഗ്ലൂക്കോസിനെ തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ബ്രേക്ക് ഡൗണിനെയും ഈ കാറ്റക്ലാമിൻസ് എൻഹാൻസ് ചെയ്യിക്കും. അപ്പോൾ ഈ അഡ്രിനൽ മെഡുല്ലയുടെ കാറ്റക്ലാമിൻസ് എന്ന് പറയുന്ന ഹോർമോൺ സാധാരണഗതിയിലേക്ക് ബോഡിയിൽ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ, അറൈസ് ചെയ്യുമ്പോൾ ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് അഡ്രീനൽ മെഡുല്ലയെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ പറയുന്ന കാറ്റക്ലാമിൻസ് എന്ന് പറയുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ പ്രത്യേകിച്ചും എപ്പിനെഫ്രിന് ഹാർട്ടിലേക്ക് ഒരു നേരിട്ട് ആക്ഷനാണ്. അതായത് ഹാർട്ട് റേറ്റ് കൂട്ടുന്നു, പമ്പിങ് കൂട്ടുന്നു. അതേസമയം നോർ എപ്പിനെഫ്രിൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ബ്ലഡ് വെസൽസിൻ്റെയാണ്. അതായത് വാസോ കൺസ്ട്രക്ഷനൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് പറയും ബ്ലഡ് വെസൽസ് ചുരുങ്ങും, അതായത് അതിൻ്റെ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യണം. അപ്പോൾ ബ്ലഡ് ഫ്ലോ, BP കൂട്ടുക. എന്തായാലും ഈ രണ്ട് ഹോർമോൺസും ഫ്ലൈറ്റ് ആൻഡ് ഫ്രൈറ്റ് ഹോർമോൺസാണ്. അതായത് സ്ട്രെസ് കണ്ടീഷനിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് ഈ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അഡ്രീനൽ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് എബവ് അല്ലെങ്കിൽ കിഡ്നിയുടെ ജസ്റ്റ് മുകളിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ കിഡ്നി ആണ് അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, അഡ്രീനൽ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. Cortex is the outer part and medulla is the inner part. Then adrenal cortex has 3 layers. Zona reticularis is the inner part, middle part is fasciculata, and outer region is glomerulosa. അതുപോലെ മേജർ ഹോർമോൺസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറാലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് as the name indicates, it involves in carbohydrate metabolism. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Also, they regulate lipid metabolism and protein metabolism. That is, it promotes lipolysis, breakdown of lipids and breakdown of protein. Gluconeogenesis means gluconeogenesis എന്ന് പറയുമ്പോൾ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുക. അതായത് പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുക. അതാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. They influence a wide variety of vital functions, including inflammatory reactions, സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ ഒക്കെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ RBC പ്രൊഡക്ഷൻ, കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് കിഡ്നി ഫങ്ഷൻ, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ദെൻ മിനറലോകോർട്ടിക്കോയിഡ്സ് മെയിൻലി ആൽഡോസ്റ്റിറോൺ. They regulate salt water balance. Okay. About 95% of the mineralocorticoid activity is due to aldosterone. നമ്മൾ ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ കണ്ടതാണ്. സോൾട്ട് വാട്ടർ ബാലൻസിന് സഹായിക്കുന്നതാണ്. റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ.
Then androgenic corticoids for the growth of axial hair, pubic hair and facial hair during puberty. Okay. Or otherwise known as gonadocorticoids. Then adrenal cortex deficiency causes Addison's disease. Adrenal medulla produces fight and flight response hormones, or they are otherwise known as catecholamines, that is adrenaline and noradrenaline. They are rapidly secreted in response to stress or emergency situations. അതുകൊണ്ട് അതിനെ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നു. അപ്പം ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് റേറ്റ് കൂടും, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, വാസോ കൺസ്ട്രിക്ഷൻ, അങ്ങനെ സ്വെറ്റിംഗ്, അങ്ങനത്തെ ഫങ്ഷൻസൊക്കെയാണ് ഇവിടെ നടക്കുക. ഇത്രയുമാണ് അഡ്രീനൽ മെഡുല്ലയുടെ. ദേ ഓൾസോ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂട്ടുകയും ചെയ്യും. അതൊക്കെ ഈ അഡ്രീനൽ മെഡുല്ലയുടെ ഹോർമോൺസായ കാറ്റക്ലാമിൻസിൻ്റെ ഫങ്ഷനാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് adrenal gland.